ഈ രണ്ടുപേർക്കും ഗുരുതരമായ അസുഖങ്ങളാണ്. ഈ സോഫിയാഡ് ജോർജിനും അതുപോലെ ആൻ്റണി ജോർജിനും ഒക്കെ ഗുരുതരമായ അസുഖങ്ങളാണ്. ഗുരുതരമായ ഒരാളിന് ഡെങ്കു ഫീവറും ഭയങ്കര ഡെലീറിയമായിട്ട് പോയിട്ട് മരണത്തിലേക്ക് നോക്കുന്ന ആളാണ്. അപ്പോൾ ഈ രണ്ട് കക്ഷികളും ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഉടമ്പടി കാലത്ത് അവർ പറഞ്ഞു ബൈ നേച്ചർ, അവർ പറയണത് രണ്ടുപേരും 2 ദിവസം പറഞ്ഞതാണ്, സാക്ഷ്യങ്ങളാണ്. ഞാനിപ്പോൾ ഒന്നായിട്ട് പറയണതാണ്. ബൈ നേച്ചർ ഞാൻ നിസ്സാര കാര്യങ്ങളിൽ പോലും വല്ലാത്ത സങ്കടം കാണിക്കുന്ന ആളാണ്, സംഘർഷം കാണിക്കുന്ന ആളാണ്. നിസ്സാര കാര്യങ്ങളെ ഉണ്ടാകത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് ടെൻഷനാവും, പെട്ടെന്ന് ഭീതിയാവും, എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല, ആരോടും മിണ്ടത്തില്ല. അങ്ങനെ ഈ രണ്ട് കക്ഷികളും പറഞ്ഞ ഇതാണ്. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേർക്കും മരണകരമായ രോഗമാണ് പെട്ടിരിക്കുന്നത്. പക്ഷെ ഉടമ്പടി പ്രൊസീജിയറിലോട്ട് പോയി കഴിയുമ്പോൾ ഇവർക്ക് ആന്തരികമായൊരു അഭിഷേകം കിട്ടും. എന്താണ്? ഇപ്പോഴും ഞാൻ പുല്ലിൻ്റെ പുറത്തു കൂടി, ഇപ്പം ജോർജൊക്കെ പറയുന്നത്, ഇപ്പം ഞാൻ പുല്ലിൻ്റെ പുറത്തു കൂടി നടക്കുന്ന പോലെ ഞാനങ്ങനെ ഫീൽ ഫ്രീ ആണെന്ന്. ഇതിനാണ് പുള്ളി പറയുവേ, എൻ്റെ പഴയ പ്രശ്നത്തിന് മാറ്റമൊന്നും ഇല്ല, ആ പ്രശ്നം അതുപോലെ തന്നെ ഉണ്ട്, പക്ഷേ ഐ ഡോണ്ട് ഫീൽ ഇറ്റ് നൗ. പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ട്, അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ അത് ഫീൽ ചെയ്യുന്നില്ല. ഇതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. അത് ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. ക്രിസ്തീയമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളുടെയും ഒരു അടിസ്ഥാന ഘടകം അഭിഷേകമെന്ന് പറയും. അതായത് ദൈവ സ്നേഹം നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സത്യസന്ധമായിട്ടാണ് ഇത് ഫോളോ ചെയ്യണമെന്ന് ദൈവത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക ഇമോഷണലായിട്ടുള്ള ആന്തരിക വൈകാരികമായ മേഖലകളെ ദൈവം അഭിഷേകം ചെയ്യും. നമുക്കത് ഫീൽ ചെയ്യത്തില്ല. നമ്മൾ പോകുന്നത് വളരെ മോശം കണ്ടീഷനിലൂടെയാണെങ്കിലും നമ്മൾക്ക് അത് ഫീൽ ചെയ്യത്തില്ല. ഇത് പ്രാർത്ഥനയിൽ എനിക്ക് തോന്നുന്നത് ആദ്യം നമ്മൾ വാങ്ങിച്ചെടുക്കേണ്ട അനുഗ്രഹം ഇതാണ്. കാര്യം എപ്പോഴും നമ്മൾ ഓർത്തേക്കണം. കാര്യം ഈ ടെൻഷൻ, ഇപ്പോൾ നിങ്ങൾ പ്രസവിക്കാൻ പോണവരാണെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി ടൈം ആകുമ്പോൾ ഭയങ്കര ഉത്കണ്ഠയാണ്. അപ്പോൾ ഡോക്ടർമാരാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ ഉത്കണ്ഠ ഇല്ലാത്തവനും ഉണ്ടാക്കി തരണ രീതിയാണ് അവർ പറയണത്. കൊച്ചു തിരിഞ്ഞു വരത്തില്ല, കീറാൻ പോവുകയാണ്, ചിലപ്പോൾ കൊച്ചിനെ 1 മാസം കാണാൻ പറ്റത്തില്ല. അവരെല്ലാം നേരത്തെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ, അല്ലെങ്കിൽ നിങ്ങൾ പറയത്തില്ലേ ഇവിടെ ഒരു കുഴപ്പമില്ല, ഞാൻ വന്നതാണ്, ഇപ്പം ഞാൻ ഇങ്ങനെ പോയി, ഇയാളാണ് കുഴപ്പം, ഡോക്ടറിനെതിരെ കേസ് കൊടുക്കും. അത് കാരണം അവരില്ലാത്തതൊക്കെ നേരത്തെ പറഞ്ഞു പിടിപ്പിക്കും. അപ്പം നമ്മൾക്കെന്താ വരണത്? നമ്മൾ സംഘർഷം കയറി തലക്ക് വെളിവില്ലാത്ത രീതി നടക്കും. അപ്പോൾ ഇതുപോലെ നമ്മളെ പാസിഫൈ ചെയ്യുന്നതിനുപരി ഇതുപോലെയുള്ള സംഘർഷ സാധ്യതകളുടെ സമയത്ത് നമുക്ക് വേണ്ടത് അഭിഷേകമാണ്. അപ്പം നിങ്ങൾ ഈ ഉടമ്പടിക്കാലത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിൽ ഒത്തിരിയേറെ ഫോർമുലയുണ്ട്. ഇങ്ങനെ ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്തിരിക്കാൻ സത്യസന്ധമായിട്ട്. പാപവും ഒന്ന് ഒഴിവാക്കിയാൽ മതി, എനിക്കങ്ങനെ തോന്നിയിരിക്കണത്. അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുന്നവർ വളരെ വൃത്തിയായിട്ടാണ് ജീവിക്കണത്. അപ്പം അതൊന്ന് ആ മേഖല ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ടൈം ഒന്ന് കൂട്ടിയിരിക്കണം. ഇപ്പം പ്രാർത്ഥനയുടെ ടൈം ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് കൂടുതൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടുതൽ സമയം ദൈവദിവസത്തിന് ചെലവഴിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരു ഉടമ്പടി എടുത്തു എന്നല്ല, ഉടമ്പടി എടുക്കുമ്പോൾ ഒരു നിയോഗം വെക്കേണ്ടത് ഇതാണ്: കുറച്ച് സമയം കർത്താവിൻ്റെ തിരുസന്നിധി. ഇപ്പം ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം എന്താണെന്ന് എനിക്കറിയാവോ? അതായത് ദിവ്യകുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് എനിക്ക് കുറച്ച് സമയം, ആ സമയം കർത്താവ് എന്നോട് സംസാരിക്കണം, എനിക്ക് കർത്താവിനോട് സംസാരിക്കണം. അതാണ് ഞാൻ ഈ ഒരാഴ്ച മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എനിക്കതിനെന്തോ ഒരു കുറവുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയത് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച കുർബാന സ്വീകരിക്കുന്ന സമയത്ത് എനിക്ക് മുമ്പത്തേക്കാൾ കൂടുതലായിട്ട് അങ്ങയോട് സംസാരിക്കാനും അങ്ങ് പറയണത് എനിക്ക് മനസ്സിലാകാനും അങ്ങനെ ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണം. അതാണ് എൻ്റെ പ്രാർത്ഥന. അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കണം. എന്താ വെച്ചാൽ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ വേണ്ടി, അടുത്ത് കഴിഞ്ഞാൽ ഉണ്ടായ ഗുണം എന്ന് പറയുക, നമുക്ക് ഈ വചനം വായിക്കാൻ തന്നെ ഒരു അഭിഷേകം കിട്ടും. പ്രാർത്ഥിക്കാൻ വേറെ അഭിഷേകമുണ്ട്.
പ്രാർത്ഥിക്കുന്നത് വല്ലാത്ത ഒരു സന്തോഷമായിട്ട് നമുക്ക് തോന്നും. ഇപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് ഈ പൂച്ച കുറിച്ചൊക്കെ പോലെ ചാടിപ്പുറത്ത് ചാടണമെന്നല്ലേ? അങ്ങനെ നിങ്ങൾ ചാടിപ്പുറത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചൊരു കാര്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കഥയുമില്ല. കാരണം അതൊരു രജിസ്റ്റർ ആകത്തില്ല. ദൈവം നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കുറിപ്പിച്ചുണ്ടാക്കിയിട്ട് ആർക്കാനും വേണ്ടി ഓക്കാനിക്കണ പോലെയൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ? അഭ്യാസമൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ എത്ര അഭ്യാസക്കാർ ദൈവം കണ്ടതാണ്. അപ്പം അതുകൊണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള ഒരു വരപ്രസാദം കൂടുതൽ സമയം. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒരു ഡിപ്ലോമാറ്റായിരുന്നു, UN ഡിപ്ലോമാറ്റ്. UN ഡിപ്ലോമാറ്റിൽ അവർക്ക് ജോലി കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല. അവർ മലയാളി ലേഡിയാണ്. അവർ താമസിക്കുന്നത് തെക്കേ വടക്കേ ഇന്ത്യയിലാണെങ്കിലും ഇപ്പോൾ UN ഡിപ്ലോമാറ്റിൽ അവർക്ക് ജോലി കിട്ടാനുള്ള അവരുടെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒപ്പോണൻസൊക്കെ വരണത് വല്ല ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആൾക്കാരാണ് വരണത്. അപ്പോൾ അവരോട് കിടപിടിക്കുന്ന രീതിയിൽ ഇൻ്റർവ്യൂവിനെ പ്രസൻറ്റ് ചെയ്യാൻ, പെർഫോം ചെയ്യാൻ ഇവർക്ക് പറ്റണില്ല. അപ്പോൾ ഇവർ ആ കാര്യം അവളുടെ കഴിവ് കേടുകൾ അവളുടെ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ ഇവൾക്കൊരു കുഴപ്പമുണ്ട്. കാര്യം ഇവൾക്ക് അമ്മ എപ്പോഴും ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവളത് അമ്മയോട് കുറച്ച് കാര്യമൊക്കെ ഉള്ളത് കാരണം അവൾ ശ്രദ്ധിച്ച് കേൾക്കുമെന്നല്ലാതെ ഒന്നും അനുസരിക്കത്തില്ല, പ്രാർത്ഥിക്കത്തൊന്നുമില്ല. കേൾക്കും, ശരി എന്നൊക്കെ പറയും. അങ്ങനെ അമ്മയുമായിട്ട് ഇടിവെക്കാൻ കഴിയില്ല, അമ്മക്കൊരു വിഷമം ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ ഇവൾക്ക് വിശ്വസിക്കത്തില്ല. അമ്മ പറഞ്ഞൊക്കെ കേൾക്കും, പക്ഷെ വിശ്വസിക്കത്തില്ല. അങ്ങനെ ഒരു വർഗമുണ്ട് കുറേ പേര്. പറയണ എല്ലാം കേൾക്കും, ഇപ്പം ഞാൻ പറയണേ കേൾക്കും, പക്ഷെ വിശ്വസിക്കത്തില്ല. അങ്ങനെ ഒരു ടൈപ്പാണ് ഇവള്. കാര്യം അവൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പത്താഴം പെറ്റ് ചക്കി കുത്തി അമ്മ വെച്ച് ഞാനുണ്ട്, നമുക്ക് കുഴപ്പമില്ലല്ല, ഭക്ഷണം കിട്ടുന്നുണ്ടല്ല. അതുകൊണ്ട് അവർക്ക് ദൈവത്തിനെ വേണമെന്ന് തോന്നണില്ല. ഇപ്പം ഈ കക്ഷിക്കൊരു കുഴപ്പമായി. ഇപ്പോൾ ഇവിടെ കോമ്പറ്റേറ്റീവ് സൈഡിലേക്ക് വന്നപ്പോൾ ഒപ്പോണൻസ് ഒത്തിരി പവർഫുള്ളാണ്. അത് ഇൻ്റർനാഷണൽ ഒപ്പോണൻസാണ് വരുന്നത്. പക്ഷേ മാതാവ് ഇവൾക്ക് ആ ജോലി കൊടുത്ത്. അത് ഭയങ്കര രസമാണ്. അവൾ എന്ത് ചെയ്ത്, അവളൊക്കെ അമ്മ ഉടമ്പടി എന്താണെന്ന് മനസ്സിലായി. ഇപ്പോഴെന്നാ പറ്റിയിരിക്കണത്, എന്നിട്ട് അവൾ ആ ഡിപ്ലോമാറ്റ് പ്രൊവിഷൻസി തന്നെ അവൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഇന്ത്യയിൽ വന്നു. എന്നിട്ട് തിരിച്ച് UN തിരിച്ചു പോയവരെ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. കാര്യം അവൾ പറയണ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ദൈവം എൻ്റെ കൂടെ നിന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ എൻ്റെ വളരെ ഗുരുതരമായ ഒപ്പോണൻസ് ഉണ്ടെങ്കിലും എനിക്കതിനെ കവർ ചെയ്ത് കർത്താവിനെ പ്ലേസ് ചെയ്തെന്ന് പറയും. ഇപ്പോഴവളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അമ്മ പറയണത് അവൾ 4 മണിക്കൂറൊക്കെയാണ് ഇപ്പോൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണമെന്ന്. ഈ UN ഡിപ്ലോമാറ്റ് ഇപ്പോൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണത് 4 മണിക്കൂറേ ഒറ്റ സ്ട്രെച്ചിൽ. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്കിപ്പോൾ 4 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റണില്ലല്ലോ. നിങ്ങൾ പ്രെയർ ടൈം കൂടുതൽ നേരം കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയാൽ ഈ ആൻ്റണി ജോർജിനും മറ്റേ സോഫിയ ജോർജിനും ഈ ആൻ്റണി ജോർജിനും ഉണ്ടായ ആ അനുഭവം നിങ്ങൾക്കുണ്ടാകും. എന്താണ്? ആന്തരിക അഭിഷേകം ഉണ്ടാകും. അത് പ്രെയറിന് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ പ്രെയർ എന്ന് പറയുമ്പോൾ ആന്തരിക അഭിഷേകം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നിസ്സാര കാര്യങ്ങളിൽ ഇപ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് ടെൻസ്ഡായി പോലെ എല്ലാ വിഷയങ്ങളോടും ഒരു വേദി ഒക്കെ ഉണ്ടാകുമ്പോൾ കുഞ്ഞു കാര്യങ്ങളെപ്പോലും പെട്ടെന്ന് സങ്കടപ്പെടുന്ന സ്വഭാവമില്ലേ? അതിന് വേണ്ടത് ആന്തരിക സൗഖ്യമല്ല വേണ്ടത്, ആന്തരിക ഇന്നർ അനോയിൻറ്റിങ്ങാണ് വേണ്ടത്. ഇന്നർ അനോയിൻറ്റിങ് പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. Glory to God in the highest. Thank you, Jesus. Thank you, Mama Mary. My name is Anna Blessy Thomas. We are coming from Bangalore. We belong to St. Vincent Paloti Church in Bangalore. My first covenant with Mama Mary was in the year 2022. The main reason I came here was for my elder son's 12th standard, his degree admission, and our financial issues and difficulties. I took the covenant from here, and the first miracle or the first spiritual experience that I had was when we went to give Mama Mary's good news letter to people in Infant Jesus Church.
As I went into the church, we were giving the paper to people over there. And then I heard one brother whom I have never seen before. I've never heard of him. I've never even interacted with him before. He came, he started calling me. He said, "Sister, I have been waiting for you from morning." And he took all the paper from me. It was English, Hindi, Telugu, Kannada, Tamil, all kinds of newspaper was there in that. He took all of it. And then he told me there are people in St. Philomena's Hospital who's waiting for this paper. So I gave him this entire bundle of paper. And then as we were leaving, he asked me, "Do you want to meet the bishop?" Bishop was celebrating Mass that day in Infant Jesus Church. I was very surprised. I was there with my husband. We got an opportunity to meet the bishop, talk to the bishop. And as we came out, this brother told me, "This is exactly what God wants you to do. Go and preach the good news." After that, I've never seen this brother, and his name was Eshu Raja. When I went back home is when I realized that Eshu Raja basically means Jesus is the King. So that was our first encounter into the spiritual journey after taking the covenant. Then came my son's 12th standard. He passed his entire exam and he got admission into one of the best colleges in Bangalore. He's now in his 3rd year. Just like all students, he did have his backlogs, and the biggest miracle for us was he cleared 14 papers together this time. This is all glory and thanks to God. The next big miracle that happened in our life was for my husband. During COVID time, he had a lot of issues financially. His company went into loss, and the management of the company did make fraud accounts and showed 1.5 crores against his name. That got resolved when I came here to renew my covenant the second time. The company admitted that there is no such account that or money he has to give back, and that has been the biggest miracle for us. Many more miracles. We had brought a land and given an advance in Kerala. It was 30 lakhs. And then later those owners decided that they didn't want to sell the land. For almost 1 year, we've been following up for this money. Nothing happened. When I took my first covenant with the blessed salt that we received from here, I went there. I put the salt in all the 4 corners of this land, prayed, I believe in God, and then miraculously after 1 month, we got the entire money back. So truly, like people say, this is time shortening by Mother Mary. The next event that happened is one of my husband's friend took our car. He wanted to use it for his personal thing. He took the car and then he went absconding. 3 years, we did not know what happened to the car. His phone got switched off. We did not know whom to ask. He was staying in our apartment, but later he shifted from there. I came here on November 20th this year to renew my covenant, and I had kept this as one of the intentions. And when I had no idea what Mama Mary and Jesus has for us. We finished the prayers here. As soon as I stepped out from this holy place, we got the pictures of our car. So the cop sent us the pictures. This was on 20th of November. Exactly on 20th of December, the car came back to our home. This is after 3 years. 3 years where we did not know what happened to this car, where it went, what happened, and things like that. So next big miracle which has happened in our family. Many blessings have happened in our family. And because of my testimony, I have my friends who have picked up online covenant. They continue to pray. Last time when I'd come here, I had a huge list of things that people wanted from here. With the blessed salt, blessed money, lot of people have got recovery from their sickness. And now people in my church actually call me and say, when are you going to Kripasana the next time? Can you get these blessed things for us? Because they have also started to see this miraculous things in our life. I'll give it to my son for his testimony. My name is Brian and I'm in my 3rd year BBA.
So the first miracle that happened in my life was when I was doing my 11th and 12th. I found it very hard to do my accounting and other subjects related to business. So when I had the chance to apply for my degree, I had to do it before I got my 12th marks. And blindly, without knowing anything, I just prayed to God and I said, if this is your will, let it be done. And I just applied to one of the top colleges in Bangalore. And to my surprise, even before my 12th marks came, I got admission in that college. And even my 12th marks were so good that, the principal of that college don't have any issues with it. Coming to that, I did not perform well in my first and second years, which led to me having a lot of backlogs, which are accounting to almost 14 papers. And I had to write all these 14 papers along with the rest of my semester subjects on the same day. So every day I would have at least 2 or 3 exams to write. And I just went ahead and I wrote the exams having Mother Mary's locket in my left hand at all times. I used to put the holy salt in where I used to write the exam. Morning, my mom used to give honey and also put the oil on my forehead. And I used to pray after and before the exam the entire time. And during the exam when I was writing, I did not study properly because it was a lot of subjects to study and it was very stressful. But even though I did not know what I was doing, when I got my results, I got to know that I had cleared all my 14 papers. And we have internal marks as well, but my internals were very bad. Out of 40 marks, I would have had less than 5 marks on my internals also. So knowing all of that, I still went ahead and wrote. And end of the day, it's not a merit, but it's God's grace. So, in terms of act of charity, we support cancer children in Kidwai Hospital in Bangalore. We also support children in basically special children, who are unable to get up, walk around. So we support them with whatever possible we can do. We cook food in our house. We try and give this food every Saturday in near Mother Mary's Church. There is a Mother Mary's Cathedral in Bangalore. So we go there, we distribute this food. Then I have been able to join a women's group in our church. And surprisingly, the name of that group is also Krupa. So this has given us a lot more opportunity to do a lot of things for church. I've also got this opportunity to now become official lector in our church, which was never something that I've done in my last, so many years. With all this, it's a big thank you to Lord Jesus, to Mother Mary. I would like to end by saying, believe in Lord Jesus, you will be saved, you and your household. This is Acts 16, verses 31. And another favorite verse of mine is Luke 18, verses 27. What is impossible to man is possible with God. With this, we end our testimony. Thank you, Jesus. Praise you, Jesus. Thank you, Mama Mary. Praise you, Mama Mary. For I, the Lord your God. ഈശ്വമിശിഹായ്ക്ക് സ്തുതി അറിയട്ടെ. എൻ്റെ പേര് ആൽഫിയ. ഞാൻ വരുന്നത് UAE-ൽ നിന്നാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ UAE-ലേക്ക് പോകുന്നതിന് മുന്നേ നാട്ടിൽ ഇവിടെ എനിക്ക് ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എവിടെ ഇൻ്റർവ്യൂവിന് പോയാലും എനിക്ക് ജോലി കിട്ടാറാണ് പതിവ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് UAE-യിലോട്ട് ഞാൻ പോകുന്നത്. എൻ്റെ ഹസ്ബൻഡ് അവിടെയുണ്ട്. ഒരു ടീച്ചറായിട്ട് ജോലിക്ക് കയറാനായിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം എൻ്റെ കോളേജിലെ വാട്സപ്പിൽ ഉള്ള ഒരു ഗ്രൂപ്പിൽ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ആളുടെ വൈഫിന് ക്യാൻസർ മാറി എന്നുള്ള ഒരു സാക്ഷ്യം ഇവിടെ പറയുന്നത് ഞാൻ കേൾക്കേണ്ടായി. അതുവരെ കൃപാസനം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രത്തോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിലെൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. ഞങ്ങളുടെ തൃശ്ശൂർ ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളുണ്ട്. മാത്രമല്ല എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ അവിടെ സർവീസിന് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ സർവീസിന് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളും കയറി നടക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്കൊരു ധാരണയുണ്ടായിരിക്കും. ക്രിസ്തീയ വിശ്വാസത്തിൽ വളരുമ്പോൾ
നമ്മളെ അതിൽ പാകപ്പെടുത്തുന്ന തരത്തിലുള്ള വിശ്വാസവും വിജ്ഞാനവും തന്നിട്ടായിരിക്കും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ അധ്യാപകരും നമ്മളെ വളർത്തുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ എല്ലാ ധ്യാന കേന്ദ്രത്തിലും കയറി ഇറങ്ങി നടക്കുന്നതിനോട് വലിയ യോജിപ്പുണ്ടായിരുന്നില്ല. സാറിൻ്റെ ഈ സാക്ഷ്യം, ഇവിടുത്തെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ കൃപാസനം വെറും ഒരു തട്ടിപ്പ് കേന്ദ്രമല്ല എന്നെനിക്ക് മനസ്സിലായി. ആ അവസരത്തിൽ തന്നെ ഞങ്ങളുടെ ഇടവക ദേവാലയം വരുന്നത് ഷാർജ സെൻറ്റ് മൈക്കിൾ ചർച്ചായിരുന്നു. അവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഒരു റിട്രീറ്റ് ഉണ്ടായിരുന്നു, ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ ഞങ്ങളും പങ്കെടുക്കുകയുണ്ടായി. അവിടെ അച്ഛൻ അന്നേരം പറഞ്ഞ ഒരു വാചകമാണ് എന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത്. നമ്മൾ സീരിയസ് ആയിട്ടാണ് ഈ ഉടമ്പടിയെ സമീപിക്കുന്നത് എങ്കിൽ കർത്താവ് നമ്മുടെ വിഷയങ്ങളെ സിൻസിയറായിട്ട് എടുക്കുമെന്നുള്ളത്. അച്ഛൻ പറഞ്ഞ ആ വാക്കിനെ ഒത്തിരി വില മതിച്ചതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. എനിക്ക് അറിയണ്ടായിരുന്നില്ല ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റുമെന്നോ അതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല. തിരിച്ച് റിട്രീറ്റിന് ശേഷം വീട്ടിൽ വരികയും അതിൻ്റെ പോസിബിലിറ്റിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു ഓൺലൈൻ കവനൻറ്റിനുള്ള ഒരു പോസിബിലിറ്റി കണ്ടു. ഞാനൊരു ഓൺലൈൻ കവനൻറ്റ് എടുക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം ആ ഓൺലൈൻ കവനൻറ്റിൽ പറയുന്ന 6 നിബന്ധനകളും അണുവിട തെറ്റാതെ ഞാൻ പാലിച്ചു. കാരണം അച്ഛൻ്റെ വാക്കാണ്, സിൻസിയറായിട്ട് കർത്താവ് എടുക്കും നമ്മൾ ആ നിബന്ധനകൾ സീരിയസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ എനിക്കൊരു മോളുണ്ട്, ചെറിയ മോളായിരുന്നു. അന്ന് അവൾക്ക് 1.5 വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അത്ര അങ്ങോട്ട് വിശ്വാസം ഉണ്ടാവാത്ത എൻ്റെ ഹസ്ബൻഡിന് പോലും പതിയെ പതിയെ വിശ്വാസത്തിലോട്ട് വന്നു തുടങ്ങി. എൻ്റെ കൂടെ പ്രാർത്ഥനകൾ കൂടി തുടങ്ങി. അങ്ങനെ ഹസ്ബൻഡിനൊരു പേടിയുണ്ടായിരുന്നു, ഈ കാലാവധി 90 ദിവസമാണല്ലോ, ഈ 90 ദിവസത്തിന് ശേഷം എനിക്ക് ജോലി കിട്ടണമല്ലോ. ഞാൻ ആപ്ലിക്കേഷൻസ് അയച്ചു. അതിന് നമ്പറൊന്നുമില്ല, കണക്കില്ലാത്ത തരത്തിലെ ആപ്ലിക്കേഷൻസ് ഓരോ സ്ഥലത്തേക്ക് അയച്ചു. പക്ഷേ എനിക്ക് ഇവിടെ നിന്നും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. 90 ദിവസത്തിന് ശേഷം ഹസ്ബൻഡ് ആകെ പേടിച്ചിരിക്കുക. കാരണം ഞാൻ എങ്ങനെയായിരിക്കും അതിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ളത് ആൾക്കാകെ പേടിയായിരുന്നു. എന്നോട് പറഞ്ഞു, നീ കരയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷേ 90 ദിവസത്തിന് ശേഷം ഞാൻ കരഞ്ഞില്ല, കൂടുതൽ പ്രാർത്ഥനയിൽ മുന്നേറാണ് ഉണ്ടായത്. എൻ്റെ മകളെ എനിക്കിപ്പോൾ റിട്രീറ്റ് ചൊവ്വാഴ്ചയിലെ ട്യൂസ്ഡേ റിട്രീറ്റൊക്കെ കൂടുന്ന സമയത്ത് ഓൺലൈനായിട്ടാണ് ഞാൻ കൂടുക. ആദ്യമൊക്കെ അവളിൽ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവളെയും വെച്ച് ഈ ധ്യാനമൊക്കെ കൂടാനായിട്ട്. പതിയെ പതിയെ ഞാനും അവളെന്നെ ട്രെയിൻ ചെയ്തെടുത്തു. ഇന്ന് ഈ മാതാവിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോള് പറയും കൃപാസന മാതാവ് എന്ന് പറയും. ഹല്ലേലൂയ, അല്ലെങ്കിൽ സ്തുതിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാലും എൻ്റെ കൊച്ചിനെ അതൊക്കെ പറയാനായിട്ടും എനിക്ക് അങ്ങനെ ഒരു ട്രെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം മാതാവ് എനിക്ക് ഒരുക്കി തന്നു. 4ാമത്തെ മാസം ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ 6, 2025 കൃത്യം 4 മാസം തികയുന്നു ഓഗസ്റ്റ് 6. എനിക്ക് ഒരു സ്കൂളിൽ നിന്ന് ഇൻ്റർവ്യൂവിന് കോള് കിട്ടുന്നു. ഞാൻ ഒരുപാട് പ്രതീക്ഷയിൽ എൻ്റെ വീട്ടിൽ പറയുന്നു, വീട്ടുകാരും ഒത്തിരി പ്രതീക്ഷയിലിരിക്കുന്നു. അതൊരു അമേരിക്കൻ സ്കൂളായിരുന്നു. പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ കിട്ടിയില്ല. അന്ന് ഒത്തിരി വിഷമത്തോടെ ഞാൻ പറഞ്ഞു, ഇനി ഇത് തട്ടിപ്പായിരിക്കുമോ ഈ കൃപാസനം എന്നുള്ളത് ഒരു സംശയത്തെ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് സംശയം ഹസ്ബൻഡിൻ്റെ മുന്നിൽ പറഞ്ഞില്ല, വീണ്ടും പ്രാർത്ഥനയിൽ മുന്നേറി. കാരണം ഞാൻ അവിടെ സംശയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്ന എൻ്റെ ഹസ്ബൻഡ് പോലും പിന്നീട് തളർന്നു പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ വാക്കിനെ കൂടുതൽ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ മാതാവിനോട് എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയ്ക്ക് പോവും. ഞങ്ങളുടെ ഷാർജയിലുള്ള പള്ളിയിൽ ഞങ്ങൾ കുർബാനയ്ക്ക് പോവും. എല്ലാ ദിവസവും ഞാൻ ആ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് ഞാൻ കർത്താവിനോട് പറയും, എനിക്ക് UAE ഏതെങ്കിലും ഒരു സ്കൂളിൽ അവസാനത്തെ ദിവസമെങ്കിലും എനിക്കൊരു ജോലിക്കായിട്ടുള്ളൊരു സാധ്യത എനിക്ക് തുറന്നു തരണേ എന്ന് പറയും. കാരണം ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോഴൊക്കെ അവസാനത്തെ ദിവസം ഒരുപാട് ഈ 90 ദിവസത്തെ കാലാവധി പൂർത്തിയാവുന്ന അവസാനത്തെ ദിവസം ഒരുപാട് മിറാക്കിൾസ് നടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. മാതാവ് തന്നൊരു ജോലിയാണെന്ന് മാതാവ് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓഗസ്റ്റ് 14 ഉച്ച കഴിഞ്ഞ് എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അലൈൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് എനിക്കൊരു ഇൻ്റർവ്യൂവിന് തയ്യാറാണോ എന്ന് ചോദിച്ചിട്ട്. കിട്ടിയ പാടെ ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ്. അപ്പോൾ എന്നോട് HR പറഞ്ഞു, ഓഗസ്റ്റ് 15 ഞങ്ങൾ ഇൻ്റർവ്യൂവിന് നിങ്ങളെ വിളിക്കും, ഓൺലൈനായിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്താൽ മതി, ഇത്രയും ദൂരം വരണ്ട എന്ന് പറഞ്ഞു. ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തു. ഞാൻ UAE അറ്റൻഡ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും പ്രയാസമുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. 45 മിനിറ്റ് മാത്രം എൻ്റെ സബ്ജക്റ്റാണ് എന്നോട് പ്രിൻസിപ്പൾ ചോദിച്ചത്. മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഞാൻ എല്ലാം ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ കൂടിയും
എനിക്ക് ആ സമയത്ത് ഉത്തരങ്ങളൊക്കെ പറയാനായിട്ട് സാധിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പുറത്ത് മോളേനെയും കൂട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിനക്കിത് കിട്ടുന്ന തോന്നണേ, നീ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയണ്ടായിരുന്നു എന്ന്. അങ്ങനെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ 10 മിനിറ്റിൻ്റെ അകം വിളിക്കാമെന്ന് പറഞ്ഞു. 10 മിനിറ്റിൻ്റെ അകം എൻ്റെ ഫോണിലേക്ക് കോൾ വന്നു ഒരു ഡെമോ ക്ലാസ് എടുക്കാനായിട്ട്. പക്ഷേ ഡെമോ ക്ലാസ് എന്നെ കൊണ്ട് എടുപ്പിച്ചില്ല, ജസ്റ്റ് എൻ്റെ പ്രസൻറ്റേഷൻ മാത്രമേ സാറ് നോക്കിയുള്ളൂ. ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളിലേക്ക് മാതാവ് എനിക്ക് ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചു. ഇന്ന് ആ ജോലിയിലാണ് ഞാൻ മുന്നേറിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ജോലി കിട്ടിയോണ്ട് തീർന്നില്ല. ദിവസം ഞാനിങ്ങനെ പേടിച്ചാണ് ഇരിക്കുന്നത്. ഒരു നൂലിൽ കൂടെയാണ് ഞാനിങ്ങനെ ആ സ്കൂളിലോട്ട് ഓരോ ദിവസം കടന്നു ചെല്ലുമ്പോഴും നമ്മളെങ്ങനെ ഒരു നൂലിൽ കൂടെ നടക്കുക, അത്രത്തോളം പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ മാതാവ് തന്ന ജോലിയാന്ന് എന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാതാവ് എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴും മാതാവ് പറയും, ഞാൻ തന്ന ജോലി അത് ഞാൻ തന്നെയാണ് നിനക്ക് തന്നത്, അതുകൊണ്ട് ഈ ജോലിക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന്. ഇന്ന് ഈ നിമിഷം വരെയും എൻ്റെ ജോലിക്ക് ഒരു കോട്ടവും പറ്റിയിട്ടില്ല. ഒത്തിരി നന്ദി കൃപാസനം മാതാവിനും എൻ്റെ ഉണ്ണീശോയ്ക്കും.